Hello kutis, welcome back to Salem Learning. It's me Anurakna. നിങ്ങളുടെ സ്വന്തം അനു മിസ് ആണ്. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും ഓണപരീക്ഷേൻ്റെ തിരക്കിലായിരിക്കും. നിങ്ങളെല്ലാവരും നല്ലപോലെ പഠിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഓണപരീക്ഷയ്ക്ക് അത്രയും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് നമ്മളുടെ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എന്നുള്ള ചാപ്റ്റർ അല്ലേ. തേർഡ് ചാപ്റ്റർ ആണ്. നല്ലപോലെ എൻ്റെ മക്കൾ പഠിക്കുന്നുണ്ടായിരിക്കും എന്നറിയാം. ഈ ഒരു ചാപ്റ്ററിൻ്റെ ലൈവ് സെക്ഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇല്ലാത്തവരല്ലേ, കാണാത്തവർ എന്ത് ചെയ്യുക, ഈ ഒരു ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ടും അതേപോലെ സെക്കൻഡ് പാർട്ട്, പാർട്ട് 1 പാർട്ട് 2 രണ്ട് പാർട്ട് വീഡിയോസ് ഉണ്ടാവും, ലൈവ് ഉണ്ടാവും. ഇരുന്ന് കണ്ടോളുക, നല്ലപോലെ പഠിച്ചോളുക. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് സ്ക്വയർ നമ്പേഴ്സ് അല്ലേ. അപ്പോൾ സ്ക്വയർ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ സമചതുര സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറയുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിലേക്ക് എന്തായാലും ഇപ്പം 6ാം ക്ലാസ്സിലായാലും 7ാം ക്ലാസ്സിലായാലും ഇനി മുകളിലേക്ക് വരുന്നതിനനുസരിച്ച് എൻ്റെ മക്കൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ. അപ്പോൾ സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. മിസ് പറഞ്ഞു തരാം. എൻ്റെ കൂടെ ഇരുന്ന് കേട്ടിട്ട് മക്കൾക്ക് അത് കിട്ടുന്നുണ്ടെങ്കിൽ, ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു സമചതുര സംഖ്യകൾ അല്ലെങ്കിൽ സ്ക്വയർ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? സിമ്പിളാണ്, ഒന്നുമില്ല. സാധാരണ നമ്മൾ കൗണ്ട് ചെയ്യുന്ന നമ്മളുടെ നമ്പേഴ്സുകൾ ഏതൊക്കെയാണ്? 1, 2, 3, 4 അല്ലേ, അതൊക്കെ. അപ്പോൾ അതിനെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ എന്തായാലും ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇപ്പം ഞാൻ 1നെ 1 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്താണ് വരിക അല്ലേ? 1നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്? യെസ്, 1 തന്നെയാണ് ആൻസർ വരേണ്ടത് അല്ലേടാ. അടുത്ത 2നെ ഞാൻ അതേ നമ്പർ കൊണ്ട് തന്നെ അല്ലേ, 2 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ആൻസർ എന്ത് വരും? യെസ്, ആൻസർ ഈസ് 4. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇതൊക്കെ അല്ലേ. അടുത്തത് 3നെ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്തായിരിക്കും ആൻസർ വരിക? ആൻസർ ഈസ് 9 അല്ലേടാ. അടുത്ത 4നെ 4 കൊണ്ട് തന്നെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ആൻസർ എന്ത് വരും? 4 × 4 ഈസ് 16. അപ്പോൾ എന്താണ് അതിൻ്റെ ആൻസർ വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഇപ്പോൾ നോക്കിക്കേ, ഒരു നമ്പർ ഞാൻ എത്ര ടൈംസ് ആണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? എത്ര തവണയാണ് ഞാൻ ഗുണിക്കുന്നത്? 2 തവണയാണ് അല്ലേടാ, 2 തവണ. അപ്പോൾ 2 തവണ ഗുണിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ എൻ്റെ കുട്ടികൾ? സിമ്പിളാണ്. ആ നമ്പറും എഴുതുക അതിൻ്റെ തലയുടെ മുകളിൽ. ആ നമ്പറിൻ്റെ തലയുടെ മുകളിൽ എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തായിട്ട് എത്ര തവണയാണ് ഗുണിക്കുന്നത്? 2 തവണ. അപ്പോൾ അതാ തലയുടെ മുകളിൽ എന്ത് എഴുതുക? 2 എന്ന് എഴുതുക. സിമ്പിളാണേ. നമ്മൾ അതിനെയാണ് ശരിക്കും സ്ക്വയർ എന്ന് പറയുന്നത്. സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, 2 ഒരേപോലത്തെ നമ്പേഴ്സുകളെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾ പവറായിട്ട്, പവർ എന്ന് പറഞ്ഞാൽ തലയുടെ മുകളിൽ എഴുതുന്ന ആ നമ്പർ ഇല്ലേടാ, അതിനെയാണ് നമ്മൾ പവർ എന്ന് പറയുക. ഈ തലയുടെ മുകളിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ മക്കൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ 2 എന്ന് പറഞ്ഞ നമ്പറിനെ 2 തവണ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ തലയുടെ മുകളിൽ ഞാൻ എന്ത് എഴുതണം? യെസ്, 2 എന്ന് എഴുതണം. ഇതിനെയാണ് നമ്മൾ 2 സ്ക്വയർ എന്ന് പറയാം. 2 സ്ക്വയർ. അപ്പോൾ 2ൻ്റെ പവർ എന്താണ് ഇവിടെ? അല്ലെങ്കിൽ തലയുടെ മുകളിലെ നമ്പർ എത്രയാണ്? 2. ഓക്കെ, ഇനി അടുത്ത ഇവിടെ നോക്കിക്കേ, 3യുടെ മുകളിൽ എത്ര എഴുതേണ്ടി വരും? 3നെ ഞാൻ 2 തവണ അല്ലേ, 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 3യുടെ തലയുടെ മുകളിൽ 2 എഴുതേണ്ടി വരും. അടുത്തതോ 4നെ ഞാൻ 2 തവണ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 4യുടെ തലയുടെ മുകളിൽ 2 എന്ന് എഴുതാം. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, 3 തവണ മൾട്ടിപ്ലൈ ചെയ്താലോ ഇല്ലേ? അങ്ങനെ ഒരു ആലോചന വരാം അല്ലേ. 3 തവണയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നെങ്കിലോ? ഇപ്പോൾ 2 × 2 എന്നാണ് മൾട്ടിപ്ലൈ ചെയ്തത്. 2നെ ഞാൻ 3 തവണ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? 2ൻ്റെ തലയുടെ മുകളിൽ 3 എഴുതിയാൽ മതി. 2ൻ്റെ തലേൻ്റെ മുകളിൽ 3 എഴുതിയാൽ മതി. അപ്പോൾ എൻ്റെ മക്കൾ ശ്രദ്ധിക്കുക, ഇവിടെ 2നെ 2 തവണ ഗുണിച്ചത് കൊണ്ടാണ് 2ൻ്റെ തലേൻ്റെ മുകളിൽ 2 എഴുതിയത്, 2 സ്ക്വയർ എന്ന് വായിക്കുന്നത്. പക്ഷേ ഇത് സ്ക്വയർ എന്നല്ല വായിക്കുക, ദിസ് ഈസ് ക്യൂബ്. 2 ക്യൂബ് എന്നാണ് വായിക്കുക, 2 ക്യൂബ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതി എൻ്റെ മക്കൾക്ക് ഇപ്പോൾ പഠിക്കാനില്ല. തൽക്കാലത്തേക്ക് നമുക്ക് സ്ക്വയർ നമ്പേഴ്സിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ എൻ്റെ മക്കൾ ഇത് മനസ്സിലാക്കി വെക്കുക, എത്ര തവണയാണോ ഗുണിക്കുന്നത് അത്രയും നമ്പർ എന്ത് ചെയ്യുക, ആ സംഖ്യയുടെ തലയുടെ മുകളിൽ എഴുതിയാൽ മാത്രം മതി. ഓക്കെ, ഇത് മക്കളൊരു എക്സ്ട്രാ പോയിന്റ് ആയിട്ടും വെറുതെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇതൊക്കെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ബാക്കിയുള്ള നമ്പേഴ്സ് എഴുതാൻ അറിയില്ലേ? സിമ്പിളായിട്ട് നമുക്ക് 5 × 5 അല്ലേ, 5 × 5 എന്ത് വരും? വേണമെങ്കിൽ അതുകൂടെ എഴുതിക്കോ. 5 × 5 എന്ന് പറഞ്ഞാൽ 5ൻ്റെ തലയുടെ മുകളിൽ സ്ക്വയർ വേണം അല്ലേ, 5 സ്ക്വയർ. 5 × 5 എത്രയാടാ? 25. അപ്പോൾ ഈ നമ്പേഴ്സുകൾ എന്താണ്? ഈ നമ്പേഴ്സുകൾക്കൊരു പ്രത്യേകത ഉണ്ട്. നമ്പേഴ്സുകൾ എന്ന് പറഞ്ഞാൽ ഇതിനെ ശരിക്കും പൂർണ്ണവർഗ്ഗങ്ങൾ എന്ന് പറയും. പൂർണ്ണവർഗ്ഗങ്ങൾ കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ അതൊക്കെ നിങ്ങൾ നെയിം മാത്രം ഓർത്ത് വെക്കുക. ഇതിനെയാണ് നമ്മൾ സ്ക്വയർ നമ്പേഴ്സ് എന്ന് പറയുന്നത്. 1, 4, 9, 16,
25. നെക്സ്റ്റ് നമ്പർ ഏത് വരും? 6 into 6 എത്ര വരും? 36. അടുത്ത എന്ത് വരും? 7 into 7 49. അടുത്ത 8 into 8 64. ഈ രീതിയിലാണ് വരിക. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്പേഴ്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ക്വയർ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ക്വയർ നമ്പേഴ്സുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു വഴി കൂടെ ഉണ്ട്. അതുകൂടെ മിസ് ഇവിടെ പറഞ്ഞു തരാം. അപ്പോൾ എൻ്റെ മക്കൾ നല്ലപോലെ ശ്രദ്ധിച്ച് എന്ത് ചെയ്യുക? ഇനി വരുന്ന കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കാം. നല്ലപോലെ മനസ്സിലാക്കിയതാ, നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. ഇടാ നോക്കട്ടെ, ഇവിടെ എത്ര ബീഡ്സ് ഉണ്ട്? ഇത് കുറച്ച് മുത്തുകളാണ്, അല്ലെങ്കിൽ കുത്തുകളോ മുത്തുകളോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വിചാരിക്കാം. ഓക്കെ, ഞാൻ ആദ്യം ഒരു ബ്ലാക്ക് കളറിലുള്ള ഡോട്ടാണ് അവിടെ ഇട്ടത് അല്ലേ. ബ്ലാക്ക് കളറിലുള്ള എത്ര ഡോട്ട് ഉണ്ട്? ഒരൊറ്റ ഡോട്ട് മാത്രമേ ഉള്ളൂ, ശരിയല്ലേ? ഇനി നോക്കിയാൽ ഇവിടെ ബ്ലാക്ക് കളറിലുള്ള ഒരു ഡോട്ട് ഉണ്ട്. നെക്സ്റ്റ് എന്താണ്? റെഡ് കളർ അല്ലേ. റെഡ് കളറിലുള്ള 3 dots ഉണ്ട്, ശരിയല്ലേടാ? 3 dots. അടുത്ത നോക്കിക്കേ, അടുത്ത ബ്ലാക്ക് കളറിൽ 1 dot ഉണ്ട് ഇവിടെ. നെക്സ്റ്റോ റെഡ് കളറിൽ 3 dot ഉണ്ട്. തല തിരിഞ്ഞു പോയി. എന്താണ്? റെഡ് കളറിൽ 3 dot ഉണ്ട്. അപ്പം നോക്കട്ടെടാ, 3 dot റെഡ് കളറിൽ. അടുത്ത ഗ്രീൻ കളറാണ് കേട്ടോ. അപ്പം ഗ്രീൻ കളർ എടുത്തു ഞാൻ. ഗ്രീൻ കളറിൽ എത്ര ഡോട്ട് ഉണ്ട്? 1 2 3 4 5 അല്ലേ. 5 കുത്തുകളുണ്ട്, 5 എണ്ണം, ശരിയല്ലേ? ഓരോന്നും ചുമ്മാ ഞാൻ എന്ത് ചെയ്തു? എടുക്കുന്നു, എണ്ണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത നോക്കിക്കേ എൻ്റെ കുട്ടികള്, ബ്ലാക്ക് കളറിൽ 1 എണ്ണം. നെക്സ്റ്റ് റെഡ് കളറിൽ 3 എണ്ണം തന്നെ. അടുത്തതോ ഗ്രീൻ കളറിലോ 1 2 3 4 5, അവിടെയും 5 തന്നെ. ഏറ്റവും ലാസ്റ്റ് ബ്ലൂ കളറിലോ 1 2 3 4 5 6 7 ഇല്ലേടാ, 7 കുത്തുകളുണ്ട്. അപ്പോൾ എൻ്റെ മക്കൾ നോക്കണവേ, ഇതൊന്ന് കൂട്ടി നോക്കിക്കേണ്ട മക്കള്. ഒന്ന് നേരെ എനിക്ക് എങ്ങനെ എഴുതാം? 1 എന്ന് തന്നെ എഴുതാം ഇല്ലേ. ഇവിടെ നോക്കിക്കേ, 1ഉം 3ഉം കൂടെ ആഡ് ചെയ്തു ഞാൻ. അപ്പോൾ എന്ത് വരും? എനിക്ക് 1ഉം 3ഉം കൂടെ ആഡ് ചെയ്താൽ 4 എന്ന് വരും, ശരിയല്ലേ? അടുത്ത നോക്കിക്കേ, 1 + 3 + 5 എത്ര വരുവാടാ? 1 + 3 + 5 9 എന്ന് വരും. ഓക്കെ ആണോ? അടുത്ത 1 + 3 + 5 + 7 അല്ലേ. 1ഉം 3ഉം 5ഉം 7ഉം കൂടെ കൂട്ടിയാൽ എത്ര വരും? 16 എന്ന് വരും. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്കിത് ആഡ് ചെയ്യാൻ പറ്റി. ഈ നമ്പേഴ്സുകൾ കാണുമ്പം എന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നുന്നുണ്ടോ എൻ്റെ കുട്ടികൾക്ക്? ഉണ്ട്. എന്താണ് ആ പ്രത്യേകത തോന്നുന്നത്? അതെ, ഈ സൈഡിൽ എഴുതിയ എല്ലാ നമ്പേഴ്സും നമുക്ക് ഒറ്റ സംഖ്യകളില്ലേ. നമ്മൾ ഒറ്റ സംഖ്യ ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്ന സംഖ്യകളാണ്. അപ്പോൾ ഇതൊക്കെ ആരാണ്? ഓഡ് നമ്പേഴ്സുകളാണ്, ഓഡ് നമ്പേഴ്സ്, ശരിയല്ലേ? അതുപോലെ ഈ സൈഡിൽ എഴുതിയ സംഖ്യകൾ എന്താ? 1 4 9 16 ഇതാണ് നമ്മൾ നേരത്തെ പഠിച്ച സ്ക്വയർ നമ്പേഴ്സുകൾ അല്ലേടാ. അപ്പോൾ ഈ സൈഡിൽ എഴുതിയത് എന്താണ്? സ്ക്വയർ നമ്പേഴ്സുകളാണ്, സ്ക്വയർ നമ്പർ, ശരിയല്ലേ? അപ്പം നോക്കിക്കേ, ഇതൊക്കെ ഓഡ് നമ്പേഴ്സുകളാണ്, ഇതൊക്കെ സ്ക്വയർ നമ്പേഴ്സാണ്. എത്രയൊക്കെ സ്ക്വയർ നമ്പേഴ്സാ? 1 എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ ആണ് അല്ലേ, എന്ന് വെച്ചാൽ 1 × 1. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 അല്ല, 4 എന്ന് പറഞ്ഞാൽ 2 × 2 ആണ് അല്ലേ, 2 സ്ക്വയർ. അടുത്തതോ 3 എന്ന് പറഞ്ഞാൽ 9 എന്ന് പറഞ്ഞാൽ 3 × 3 ആണ്. തല തിരിഞ്ഞു പോകുന്നുണ്ടല്ലോ, ഇല്ലടാ. അടുത്ത 16 എന്ന് പറഞ്ഞാൽ 4 × 4 ആണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ ഇത് തമ്മിൽ എന്തോ ഒരു ബന്ധം കാണുന്നുണ്ട്. എന്താ ബന്ധം? വേഗം മനസ്സിലാവും. എടാ, 1ൻ്റെ സ്ക്വയർ ആകുമ്പോൾ ഒറ്റ സംഖ്യ 1 മാത്രം എഴുതിയാൽ മതി ഇല്ലേ. അടുത്ത 2ൻ്റെ സ്ക്വയർ ആകുമ്പോൾ 2 ഒറ്റ സംഖ്യകൾ കൂട്ടിയാൽ മതി ഇല്ലേ. 2 അടുത്തടുത്തുള്ള ഒറ്റ സംഖ്യകളാണ് നമ്മൾ ആഡ് ചെയ്തത്. അടുത്ത 3യുടെ സ്ക്വയർ ആകുമ്പോൾ 3 ഒറ്റ സംഖ്യകൾ അല്ലേ, 3 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്താൽ മതി. അടുത്ത് നോക്കിയേ, 4ൻ്റെ സ്ക്വയർ ആയപ്പോൾ 4 ഒറ്റ സംഖ്യകൾ ആഡ് ചെയ്തു. അപ്പോൾ ഇതിനൊരു റിലേഷനില്ലേ, ഇതിനൊരു ബോണ്ടില്ലേ, ആ ബോണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നോക്കട്ടെ, 5ൻ്റെ സ്ക്വയർ 25 ആയിരുന്നെങ്കിൽ ഞാൻ ഇവിടെ എത്ര ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യേണ്ടി വരും? യെസ്, 5 ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യേണ്ടി വരും ഇല്ലേ. ആദ്യം 1ൻ്റെ സ്ക്വയർ ആയപ്പം 1 ഓഡ് നമ്പർ, 2ൻ്റെ സ്ക്വയർ ആയപ്പം 2 ഓഡ് നമ്പർ, 3ൻ്റെ സ്ക്വയർ ആയപ്പോൾ 3 ഓഡ് നമ്പർ ഇല്ലേ. അപ്പോൾ 6ൻ്റെ സ്ക്വയർ ആണെങ്കിൽ 6 ഓഡ് നമ്പേഴ്സ് ആരൊക്കെ ആയിരിക്കും? 1 3 5 7 9 11 അല്ലേ. ഇത്രയും ഓഡ് നമ്പേഴ്സ് ഞാൻ 6ൻ്റെ സ്ക്വയറിലെ 36 കിട്ടാൻ ആഡ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ സിമ്പിളായിട്ട് 8ൻ്റെ സ്ക്വയർ കിട്ടാൻ ഞാൻ എത്ര ഓഡ് നമ്പേഴ്സ് കൂട്ടേണ്ടി വരും? 8 ഓഡ് നമ്പേഴ്സ് കൂട്ടേണ്ടി വരും. ആരൊക്കെയാ വരിക? 1 വരും, 3 5 7 9 11 13 15
ഇത്ര മതിയോ? ദേ 1 2 3 4 5 6 7 8 അല്ലേ? 8 ഓഡ് നമ്പേഴ്സ് കൂട്ടിയാൽ എനിക്ക് ആരുടെ സ്ക്വയർ കിട്ടും? 8ന്റെ സ്ക്വയർ കിട്ടും എന്നാ പറയുന്നത്. എൻ്റെ മക്കളൊന്ന് ആഡ് ചെയ്തൊന്ന് ചുമ്മാ ആഡ് ചെയ്ത് നോക്കുക. ആഡ് ചെയ്താൽ എന്ത് കിട്ടും നിങ്ങൾക്ക്? യെസ്, 64 എന്ന് കിട്ടിയിട്ടുണ്ടാവും. ഇതുപോലെ തന്നെ എന്തുകൂടെ ഒന്ന് നോക്കി നോക്കുക നിങ്ങൾ. 10ന്റെ സ്ക്വയറും കൂടെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക. അപ്പോൾ 10ന്റെ സ്ക്വയർ കാണാൻ എന്ത് ചെയ്യേണ്ടി വരും? 10 ഓഡ് നമ്പേഴ്സുകൾ കൂട്ടി നോക്കേണ്ടി വരും. അപ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഈ ഒരു റിലേഷൻ എന്താണ് അല്ലേ? ഒരു ഓഡ് നമ്പറും അതുപോലെ ഒരു സ്ക്വയർ നമ്പറും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞൂടെ? യെസ്, എന്ത് പറയാം? ഒരു നമ്പറിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ അത്രയും എന്ത് ആഡ് ചെയ്താൽ മതി? ഒറ്റ സംഖ്യകൾ കൂട്ടി നോക്കിയാൽ മാത്രം മതി. അപ്പോൾ 2ന്റെ സ്ക്വയർ കാണാൻ 2 ഒറ്റ സംഖ്യകൾ കൂട്ടി നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു ബന്ധം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻ സ്ക്വയർ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അതുകൂടെ തന്നെ മക്കളെ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ സെറ്റാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ നല്ലപോലെ പഠിക്കുക. 10ന്റെ സ്ക്വയറും നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓണപ്പരീക്ഷയിലേക്ക് ഇനി പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങണം. എൻ്റെ മക്കൾ തുടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം അതുവരെ ബൈ ബൈ, സീ യു.